പോകുന്നത്. കാരണം എന്താ വെച്ചാൽ ഇരിക്കാതെ 24 മണിക്കൂർ ഒരു ചാലഞ്ച് ചെയ്യാന്നുള്ളത് ഭയങ്കര ടഫാണ്. ഇപ്പൊ സമയം 11 മണിയാണ് ഗൈസ്. അടുത്ത ദിവസം 11 മണി വരെ നമ്മൾ ഇരിക്കാനോ കിടക്കാനോ ഒന്നിനും പാടില്ല. നമുക്ക് ഇങ്ങനെ നടന്ന് കളിക്കാം, പിന്നെ വേണമെങ്കിൽ എവിടെയെങ്കിലും പോയി നിൽക്കാം, അത്രയൊക്കെ പറ്റുള്ളൂ. ചാരി ഒന്നും നിൽക്കാൻ പറ്റില്ല, ചാരി നിൽക്കാൻ പറ്റില്ല. നമ്മളിപ്പോ എന്ത് ചെയ്യുകയാണെങ്കിലും ഫുഡ് കഴിക്കുകയാണെങ്കിലും ഉറങ്ങാൻ നിന്ന് ഉറങ്ങേണ്ടി വരില്ലേ? ഉറങ്ങാൻ പറ്റില്ല, ഉറങ്ങരുത്. ഉറങ്ങാത്തത് കൂടെ ടാസ്ക് ആണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ചാലഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇരിക്കാൻ പറ്റൂല, ഉറങ്ങാൻ പറ്റൂല, കിടക്കാൻ പറ്റൂല, നിന്ന് ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതെല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ഭയങ്കര ടഫ് ആയിട്ടുള്ള ഒരു ചാലഞ്ച് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്, നിങ്ങൾക്ക് ബാത്റൂം യൂസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ 3 പേരിൽ 2 പേര് കിട്ടിയാണെങ്കിൽ ലാസ്റ്റ് മാൻ സ്റ്റാൻഡിങ് വിൻ ചെയ്യും. നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ക്വിറ്റ് ചെയ്യാം. കുറ്റിപ്പിക്കാൻ വേണ്ടിയുള്ള എല്ലാ അടവുകളും എടുക്കണം. ഇന്ന് 11 മണി തുടങ്ങിയിട്ട് നാളെ 11 മണി വരെ എന്തായാലും പോവില്ല. പിന്നെ ഇതിന്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാർട്ട് എന്താന്ന് വെച്ചാൽ ഇതില് വിന്നർ ആവുന്ന ആൾക്ക് 10,000 ക്യാഷ് പ്രൈസ് ആണ്. അതാണ് ഞങ്ങൾക്ക് ഒരു പ്രചോദനം. അതെ, അത് വാങ്ങാൻ വേണ്ടി ഞാൻ മാക്സിമം നമുക്ക് എല്ലാവരും കോമ്പീറ്റ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഗെയിമാണ്. അപ്പൊ ഇരിക്കാതിരിക്കാൻ വേണ്ടിട്ട് ഇത് കണ്ടോ, ഈ ടേബിളിന്റെ മുകളിൽ വരെ ഒരു ഇൻഡു മാർക്ക് ഇട്ടിട്ടുണ്ട്. ഓൾറെഡി സോഫല്ലേ നമ്മൾ അന്ന് പറഞ്ഞ പോലെ തന്നെ അത് റെഡിയാക്കാൻ കൊടുത്താൽ അപ്പൊ ഇവിടെ സോഫ ഓൾറെഡി ഇല്ല. അതായത് നമ്മുടെ കസേരയൊക്കെ ഇങ്ങനെ ഇൻഡു മാർക്ക് ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇൻഡു മാർക്ക് അല്ല, ഇവിടെ ഇരിക്കുന്ന സ്ഥലത്ത് ഇൻഡു മാർക്ക്, ഇരിക്കാതിരിക്കാൻ ഇത് പൊട്ടി പോകാൻ വേണ്ടിട്ട് വേറെ ഇൻഡു മാർക്ക് കിട്ടും. ഇത് മാത്രല്ല, ഈ മുകളിലേക്ക് വേറെ ഉണ്ട്. നമ്മുടെ ഈ ബെഡിൽ ഇൻഡു മാർക്കാണ്. ഇതിന്റെ ബെഡാണ്. അല്ല, ഇരിക്കാൻ പോലല്ല, നാളെ 11 മണിക്ക് ശേഷം നമുക്ക് കാണാം. നമ്മുടെ ഈ ബെഡിൽ ഇൻഡു മാർക്കാണ്, ഈ ചെയറിൽ ഇൻഡു മാർക്ക് ഉണ്ട്. നേരെ ഇവിടെ ഇരിക്കാതെ പ്ലാനിലേക്ക് എന്ത് ചെയ്യണമെന്ന് മനസ്സിലല്ലോ. ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തു. തുടങ്ങി. മറന്നുപോയി ചാലഞ്ച് ആണ്. അപ്പൊ കാല് കടയുന്ന സമയത്ത് നമ്മൾ ഇരുന്നോ ചിലപ്പോ. ഇല്ല, കാല് കടയുമ്പോ ചിലപ്പോ ഇരിക്കാൻ വരുന്ന സമയത്ത് എനിക്ക് ഓർമ്മ ഉണ്ടാവുക. അപ്പൊ പിന്നെ കാല് കടയുമ്പോ നമുക്ക് ഓർമ്മയില്ലല്ലോ ചാലഞ്ച്. അതാണ് ചെരുപ്പ് ഇട്ടു. ആരെങ്കിലും ഇരിക്കുന്നുണ്ടോ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സൂക്ഷിച്ചു. ചാരി നിൽക്കാൻ വരാൻ പറ്റൂല കേട്ടോ, എവിടെയും ചാരി വരെ നിൽക്കരുത്. അങ്ങനെ നമ്മുടെ ചലഞ്ച് ഒഫീഷ്യലായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. തോള് കേട്ടിരിക്കാനും പറ്റില്ല. അതോട് ശരിക്കും ഇങ്ങനെ തോള് കഴിയണം. ഇത് മൊത്തത്തിൽ ഇതെന്താ നമ്മൾ ആ സംസാരിക്കാതിരിക്കുന്ന ചാലഞ്ചിൽ വെച്ചാൽ നമ്മൾ തുടങ്ങുന്ന ആ മൊമെന്റിൽ സല്ലു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ആ തുടങ്ങുന്ന തുടങ്ങിയത് പക്ഷെ നമുക്ക് ഇരിക്കാനുള്ള ഗ്യാപ്പ് കിട്ടില്ല. കൂടുതൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ കാല് കടയുന്ന പോലെ ഫീൽ ചെയ്യും. അപ്പൊ നമുക്ക് ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ നടക്കാം. എത്ര നേരം നടക്കും? പിന്നെ ഞാൻ നാളെ വരുന്നതാണ്. പിന്നെ വേറൊരു കാര്യം, ഈ AC-യിലധികം നിന്നാ കാലിന് കടയും. അപ്പൊ കുറച്ച് പുറത്തിറങ്ങാം. അങ്ങനെയുണ്ട്. അവിടെ പുറത്തേക്ക് ചൂട് വരും. അപ്പൊ കുറച്ച് കൂടി കയറാം. ക്ഷീണിക്കൂലേ? ക്ഷീണിക്കണം, എന്നിട്ട് എനിക്ക് ജയിക്കണം. എന്ത് ചെയ്യണമെന്ന് ഐഡി കിട്ടില്ല. കുറെ നേരം എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങിയിട്ട് 3 ആൾ ഒപ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. അതെന്തറിയോ, ഒരാളെ കണ്ടുവിട്ടുപോയി അബദ്ധത്തിൽ എവിടെയും പോയി ചാരി നിന്നാലോ ഇരിക്കുകയോ ചെയ്താലേ ഒരാളിവിടെ പോയി, ഒരാളിവിടെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഞാൻ ജയിച്ചു. എനിക്ക് അങ്ങനെ എളുപ്പത്തിൽ കിട്ടുന്നതല്ല അത്. ഇപ്പൊ ചാലഞ്ച് തുടങ്ങിയിട്ട് 1 മണിക്കൂർ കഴിഞ്ഞു. ഇപ്പൊ നല്ല കാലം വരെ ഉണ്ട് എനിക്ക്. ഞങ്ങൾ രാവിലെ ഭക്ഷണം ഇരുന്ന് കഴിച്ചോണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. ഉച്ചക്കിട്ട് മാത്രം നോക്കിയാൽ അത് കുറച്ച് കഴിക്കാം. ചാരിയൊന്നും തുറക്കരുത്, മെല്ലെ തുറന്നാൽ മതി. കൈകൊണ്ട് തുറന്നാൽ മതി. കൈയോട് തുറക്കാൻ ചാരെന്താ അല്ലാതെ തുറന്നോ? ഞാനുണ്ടല്ലേ പോകുന്നത്. അടുക്കള നമുക്കൊന്ന് സന്ദർശിച്ചിട്ട് വരാം. എന്തെങ്കിലും ചോറിന് മമ്പയർ ഉപ്പേരി ഉണ്ട് കേട്ടോ. സാമ്പാറും മമ്പയർ ഉപ്പേരി ചോറും ഉണ്ട്. അത് മത്തി പൊരിച്ചത്. ഇപ്പൊ നല്ല സന്തോഷം ഉണ്ടാവും, കുറച്ചുകൂടെ കഴിഞ്ഞാൽ കാണാം. 1 മണിക്കൂറായിട്ടല്ലേ ഉള്ളൂ. അപ്പൊ എന്തായാലും സന്തോഷമുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ ആ നിന്നൊക്കെ ഭക്ഷണം കഴിയുമ്പോഴാണ് ബുദ്ധിമുട്ട് അറിയാൻ പോകുന്നത്. അത് ചാരി നിൽക്കല്ലേ, ഞാൻ ഒരു തുള്ളി പോലും ചാരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ശ്രദ്ധിച്ചില്ല, പക്ഷെ ഞാൻ നാച്ചുറലി തന്നെ ചാരിയില്ല. അത്രയ്ക്ക് ഡെഡിക്കേറ്റഡ് ആയി ഇവിടെയൊക്കെ നിൽക്കുമ്പോ ഇതിന്റെ മുകളിൽ ഇങ്ങനെ ചാരി ഇങ്ങനെയൊക്കെ നിൽക്കും. പറഞ്ഞ് കാണിച്ചു കൊടുക്കണമെന്നില്ല. ഞാൻ ഒരു തുള്ളി
ഇവിടെ ഡെമോൺസ്ട്രേഷൻ കാണിച്ചു കണ്ടോളോ ഓരോന്നും പറയുന്നത് കണ്ടില്ലേ ഞാൻ ചാരിയില്ല സത്യം ഞാൻ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ താക്കിയതോളൂ ഞാൻ ചാരിയില്ല പണ്ട് അസംബ്ലിക്കൊക്കെ നിന്ന് കാല് കടയുന്ന ഒരു ഫീൽ ഇല്ലേ അതേ സെയിം ഫീൽ തന്നെ ഈ പോർഷനൊക്കെ ചെറുതായിട്ട് ഇവിടെ നല്ല വേദനയുണ്ട് ഇങ്ങനെ ശരിക്കും കാലിങ്ങനെ ടൈറ്റ് ആയി വരില്ല അതുപോലെ ആയി വരുന്നുണ്ട്. അതിങ്ങനെ ടൈൽസിൽ നിന്നിട്ടാ. നിങ്ങളൊരു കാര്യം ചെയ്യും, പോയി ഒരു പപ്പടം വാങ്ങിച്ചിട്ടോ. സ്കൂട്ടർ എടുക്കണ എടുത്തോ, പക്ഷെ നിന്ന് പോയാൽ മതി. സ്കൂട്ടറിൽ അല്ല കാറെടുത്തോ, നിന്ന് ഓടിച്ചാൽ മതി. സൈക്കിൾ ഓടിക്കുന്നവർ അങ്ങനെ ഞങ്ങള് പോയിട്ട് പൊരുവല്ലത്ത് നടന്നിട്ട് പപ്പടം വാങ്ങിയിട്ട് വരാം. ഷാമി സ്കൂട്ടർ എടുത്തോ, കാർ എടുത്തോ. താല്പര്യമില്ല, എനിക്ക് ഇങ്ങനെ നടന്നു പോയി പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഫാനൊക്കെ അടിച്ചു വരാനാണ് എനിക്ക് താല്പര്യം വരും. അങ്ങനെ നമ്മള് പപ്പടൊക്കെ മേടിച്ചു വന്നു. നല്ല നട്ട പൊരുതിയ വെയിലായിരുന്നു. സ്വാഭാവികമായിട്ട് നിന്ന് വന്നേ ഞാനിത് ഇങ്ങനെയല്ലേ കഴിക്കുക പപ്പടം പൊരിക്കണം. സത്യം പറഞ്ഞ വെയിലത്തും കൂടെ പോയപ്പോ ഞങ്ങൾ എനർജി പകുതി പോയിട്ടുണ്ട്. ശരിക്കും വെയിലത്ത് നടക്കാൻ പാടില്ല. കാര്യേ നമുക്ക് പെട്ടെന്ന് കാലം കൊഴയൂ, എന്താ പറയാ ഭയങ്കര ഡ്രെയിൻഡ് ആയിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. അതിനോട് ഇവിടെ പുറത്ത് പോയപ്പോ ഭയങ്കര ക്ഷീണം തോന്നിയില്ലേ? അല്ല എനിക്ക് എനർജി വന്നത്, പക്ഷെ അകത്ത് കയറിയപ്പോ എനിക്ക് ക്ഷീണായി. ഇങ്ങനെയൊക്കെ പോണ്ട നടക്കൂല. ഞാൻ തുടക്കാതെ പിന്നെ എന്ത് ചെയ്യും? ഞാൻ കണ്ട പപ്പടം ഒരു ദൂരെ നിന്ന് പപ്പടം ഇങ്ങനെ പിടിക്കുന്നു, ഇങ്ങനെ അത്ര അതിന്റെ ആവശ്യമൊന്നുമില്ല, സാധാ പോലെ പിടിച്ചാൽ മതി. നല്ലപോലെ ചെയ്താലും കുറ്റല്ലേ, എന്താ ചെയ്യുക? സാധാരണ 5 എന്തെങ്കിലും ഉണ്ടാകുന്ന ഇവിടെ അല്ലേ ഇരിക്കല്. ഇപ്പൊ ഞാൻ അവിടെ കയറി ഇരിക്കാം, അതാ നല്ലേ. ആവശ്യം തോന്നില്ല. ഇവിടെ പാത്രം വെക്കാൻ സ്ഥലമില്ല, അതാ ഇവിടെ വെക്കണം പാത്രം. ഇതുപോലെ ഇരിക്കാൻ തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട്. അവിടെ പോയിക്കുമ്പോ നമ്മൾ അവിടെ കയറിയിരിക്കും, ഞാൻ അവിടെ ചാരി നിൽക്കും. ആരെങ്കിലും കാല് മാറ്റി അതെടുക്കണം, കാലാട്ടി ഇരിക്കുക. അവിടെ കുറച്ച് മുളക് പൊടിയോ ഓയിലോ ഒന്ന് ഇതുപോലെ ആരെങ്കിലും ഇരിക്കണേ ക്വിറ്റ് ചെയ്യാം. ഈ ഇരിക്കുന്ന ഇയ്യെന്ന് കാണിച്ചു കൊടുക്കും. ഒരിക്കലും കൊതിയാവും കാണുമ്പോ. കുടിച്ചോ എനർജിക്കല്ലേ കുടിച്ചോ. വെള്ളം കുടിച്ച് നിറച്ച് കഴിഞ്ഞാൽ എന്തായാലും പോട്ടെ. ഇവിടെ വേറെ വെള്ളം കുടിച്ചിട്ട് ബാത്റൂമിൽ പോകേണ്ടി വന്നാലും അപ്പോൾ വിറ്റ് ചെയ്യേണ്ടി വരുമല്ലോ അല്ലേ? അപ്പൊ ഒരാള് പോയി പിന്നേക്ക് ഇവിടെ മാത്രമേ നോക്കിയാൽ മതി. അത് നമുക്ക് ചോറിലേക്കുള്ള പപ്പടം പൊരിക്കാം. നല്ല ചോറുണ്ട്, സാമ്പാറുണ്ട്, പിന്നെ ഓർക്ക് മത്തി പൊരിച്ചുണ്ട്. എനിക്ക് വേണ്ട പപ്പടം ഉണ്ട്, പിന്നെ ആ ഉപ്പേരി എന്തായിരുന്നു മമ്പയറിന്റെ ഉപ്പേരി ഉണ്ട്. പക്ഷെ ഇരുന്ന് കഴിക്കാൻ പറ്റില്ല. ഈ വിഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നല്ല സമാധാനത്തിൽ ഇങ്ങനെ ഇരുന്ന് കഴിക്കാൻ എന്ത് രസം ഉണ്ടാവില്ല. ക്വിറ്റ് ചെയ്തോ, എന്നിട്ട് പോയി ഇരുന്ന് കഴിച്ചോ. ഇരുന്ന് സമാധാനത്തിൽ അവിടെ ടേബിളിന്റെ മുകളിൽ ഇരുന്ന് വെള്ളമൊക്കെ എടുത്ത് കുടിച്ചോ സമാധാനത്തില്. അങ്ങനെ സ്വയം കൊടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് നിന്നിട്ട് നമ്മുടെ ലഞ്ച് ഫിനിഷ് ചെയ്യാം. ഇപ്പൊ നല്ല കാല് വേണം കേട്ടോ. കാലിന്റെ അടിയില്ലേ, കാലിന്റെ അടി നിന്ന് പൊള്ളണ പോലെ. ഈ കാലിന്റെ അടിയിൽ കുറെ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവും. ആ ഒരു ഇങ്ങനെ കേവുള്ള ഭാഗത്ത് ഞരമ്പ് വലിയാൻ തുടങ്ങും. ശരിക്കും ചെറുതായിട്ട് ഫീൽ ചെയ്ത് തുടങ്ങിയിട്ട് അതുകൊണ്ടാണ് ഞാൻ എനിക്ക് കാലിന്റെ അടി ഇങ്ങനെ വേദന പൊള്ളുന്ന പോലെ ഫീൽ ചെയ്യും. ഞാൻ പോയില്ല, ഓർമ്മയുണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ടേബിളിൽ പോയിട്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ. ഞാൻ നിലത്തെങ്കിലും ഇരുന്ന് കഴിച്ചോളാം, എനിക്ക് ഒരു കുഴപ്പമില്ല. എന്നാലും ഇരുന്ന് കഴിക്കാലോ. സാധാരണ ഈ ഫുഡ് ചാലഞ്ച് അങ്ങനത്തെ ചാലഞ്ച് ഒക്കെ ആവുന്ന സമയത്ത് കാക്കും അത് തന്നെയാണ് കഴിക്കല്. അപ്പൊ കാക്കും ഒരു ചാലഞ്ചിന്റെ ഇതാണ്. നല്ല ശുഷ്കാന്തി മാത്രം പണിയിട്ടല്ലേ, പക്ഷെ പൈസ ഉണ്ട് ബോസ്, അതിന് നോക്കണം. എനിക്ക് തോന്നുന്നു ആദ്യം ഷമയും കിട്ടിയോ. ഞാൻ അതേപോലെ തന്നെ വരും. ഇനി അവിടെ ഇവിടെയും തട്ടിന്ന് പറയണ്ടല്ലോ. എന്റെ അടുത്ത് പാത്രം കേൾക്കുമ്പോ ചാരി നിൽക്കുന്ന കംപ്ലൈന്റ് ഉണ്ട്. ചാരി നിൽക്കുന്നുണ്ടോ? ഞാൻ ചാരിയിട്ടേ ഇല്ല, തീരെ ചാരി. ഞാൻ അവിടെ നോക്കുന്നുണ്ടല്ലോ. ചാരുന്നുണ്ടെങ്കിൽ ഞാൻ അപ്പം ക്വിറ്റ് ചെയ്യിപ്പിക്കും. ഭക്ഷണം കൂടെ കഴിച്ചു കഴിഞ്ഞപ്പോ കാല് നല്ല കളയുന്നുണ്ട്. സോറി, ചാരുന്നില്ല. നമ്മളിപ്പോ ചാലഞ്ച് തുടങ്ങിയിട്ട് 12, 1, 2 ഇപ്പൊ സമയം 2, 3:30
മണിക്കൂറായി നമ്മൾ ചാലഞ്ച് തുടങ്ങിയിട്ട്. കാലം നല്ല കടച്ചിലുണ്ട് കേട്ടോ. ഇതപ്പോ നമ്മള് പുറത്തൊക്കെ പോയി എന്തെങ്കിലും പരിപാടിക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ചാലഞ്ച് ആയിട്ട് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയത്താണ് തോന്നി എനിക്ക് നല്ല വേദന ഉണ്ട്, കാലിന്റെ അടി ഒന്നും എനിക്ക് ഫീൽ ചെയ്യില്ല. ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഒരു കാലിന് റെസ്റ്റ് കിട്ടും, ഒരു കാലിന് 2 വീട്ടും കൂടെ ആയിട്ട് വേദന. അല്ല അത് കുറച്ചേക്ക് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കുറച്ചുകൂടെ കുഴപ്പമുണ്ടാവില്ല. അപ്പൊ ഇവിടെ ഇരുന്നേ കാലം സ്ട്രെച്ച് ചെയ്തേ. വേണ്ട ശരിക്കും ഇരിക്കാൻ തോന്നുന്നുണ്ട്. എനിക്ക് എവിടെയെങ്കിലും ഒന്ന് പോയിട്ടൊന്ന് റിലാക്സ് ചെയ്ത് നടന്നു പോയി അങ്ങനെ റിലാക്സ് ചെയ്ത് ഇരിക്കാനൊരു കൊതിയായിട്ടാണ് ഓന് ഇരുന്നിട്ടാണ് ഇതിന്റെ മുകളിൽ ഇന്ന് ഞാൻ കണ്ടില്ല. ഇതില്ലേ നമ്മള് ഷോപ്പൊക്കെ ചെയ്ത് നമ്മള് സാധാരണ ഡ്രസ്സൊക്കെ എടുക്കാൻ പോകുന്ന സമയത്ത് കൊറേ നടന്ന് ക്ഷീണിച്ച് അവിടെ സോഫ അല്ലെങ്കിൽ ചെയറൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ ഓടിപ്പോയി ഇരിക്കാൻ നോക്കൂലേ, അതേപോലത്തെ ഒരു ഫീലാണ് ഇപ്പൊ. കാലൊക്കെ കടഞ്ഞിട്ട് ഈ ഇതിന്റെ മുകളിലൊക്കെ വന്നിരിക്കാൻ തോന്നുന്നു. നിങ്ങളെ കൂടെ ഷോപ്പ് ചെയ്യാൻ വന്നപ്പോഴേ എനിക്ക് ചാലഞ്ചിന് ഐഡിയ കത്തി. ആ ഞാനവിടെ ഇരിക്കില്ല, എപ്പോഴെങ്കിലും സീറ്റ് കിട്ടിയാ ഇരിക്കും. അതുവരെ 4-5 മണിക്കൂർ നിങ്ങളെ പിന്നാലെ നടക്കലല്ലേ, അനുഭവിക്കും നിങ്ങള്. 4-5 മണിക്കൂർ നടക്കല്ലേ ഇന്നെ. ഞങ്ങള് ഇരിക്കട്ടെ, ഇരുന്നോ, കുഴപ്പമില്ല. വേണ്ട അങ്ങനെ പറയത്തിരിക്കല്ലേ ഷാമിന്ന് പറയിരിക്കല്ലേ മോട്ടിവേഷൻ കിട്ടില്ല. ഞാൻ ഒരേ അവസ്ഥയിലാണ് നടക്കുന്നത്. എനിക്ക് ഇരിക്കണം തന്നെയുള്ളത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഞാനേക്കാണ്. എനിക്ക് തോന്നുന്നു ഞാൻ തന്നെ ഈ ചാനൽ ചിലപ്പോൾ ജയിക്കാനാണ് എനിക്ക് ഇരിക്കാനൊന്നും തോന്നില്ല. കാലം ചെറുതായിട്ട് വേദന ഉണ്ട്, പക്ഷെ ഇരിക്കാനൊന്നും തോന്നില്ല. ഷാമി പുറത്തിറങ്ങി അല്ല, ഈ കാലിന്റെ കടച്ചില് മാറുന്ന സമയത്ത് ഇത് നിലത്ത് വെച്ചിട്ട് അല്ല ഞാൻ പറയുന്നത് എന്താ പറയാ, ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഞരമ്പ് ഇങ്ങനെ വലിയും എന്നിട്ട് അത് വല്ല കല്ലുമ്മലൊക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലാണ് ആ ഒരു സമാധാനം കിട്ടുക. ഇപ്പൊ സമയം 4 മണിയായി. നമ്മളെ ചാലഞ്ച് തുടങ്ങിയിട്ട് 12, 1, 2, 3, 5 മണിക്കൂറായി. ശരിക്കും അറിയാറുണ്ട് 5 മണിക്കൂറൊക്കെയാണ് ഞങ്ങള് മാക്സിമം ഈ ഷോപ്പിങ്ങിനൊക്കെ നടക്കുക. ആ ഒരു ടൈം ലിമിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയത്തെ കാര്യം ഒന്നും അത് കഴിഞ്ഞ് പിന്നെ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി അവിടെ ഇരിക്കുമ്പോഴുള്ള ആ ഒരു ഫീൽ, സമാധാനം. ഇരുന്നൊക്കെ ഇപ്പൊ കിട്ടുന്നത് വേണ്ട വേണ്ട നിങ്ങളാരും ഇരിക്കണായിരുന്നോളൂ, വേണ്ടല്ലോ. നമ്മള് വൈകുന്നേരം വന്നിരിക്കുന്ന സ്ഥലം നോക്ക്, ബെഞ്ചിലൊക്കെ സമാധാനമായിട്ട് ഇരുന്നോ, ആരെങ്കിലും കേറി ഇരുന്നോ. പുതിയായിട്ട് അവിടെ സമാധാനം. അത് കേട്ടപ്പോ എനിക്ക് സമാധാനം ഇല്ല. ഞാൻ എന്നാലും ജയിക്കാൻ നോക്കി. ഷാമി നടക്കും നോക്ക്. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇങ്ങനെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്ക്. കുറവില്ലേ? സോറി, ഞാൻ മെല്ലെ ട്രൈ ചെയ്യാൻ പറഞ്ഞു. ഈ രാത്രി കൂടെ കാലം വീശിയത് ഇപ്പൊ ഞൊണ്ട് കളക്കട്ടെ. ഇരുന്നോ. ഷാമിന്റെ പോക്ക് കണ്ടിട്ട് ഷാമി ഇപ്പൊ ക്വിറ്റ് ചെയ്യുന്ന തോന്നുന്നത്. ആദ്യം കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ക്വിറ്റ് ചെയ്യുന്നില്ല, പക്ഷെ എനിക്ക് നല്ല വേദന ഉണ്ട്. എവിടെങ്കിലും ഒന്ന് ഇരുന്നാ മതി നയിക്ക് നിൽക്കി. അതിന്റെ എക്സ്ട്രീം എത്തുമ്പോ ചിലപ്പോ ക്വിറ്റ് ചെയ്യാനും ചെയ്തിരിക്കാനും സാധ്യത ഉണ്ട്. ഇരിക്കട്ടെ, ഇരുന്നു ഗൈസ്. വേദനമായിട്ടാണോ കഷ്ടപ്പെട്ട് നിക്കുന്നേ? വേണം ഇവിടെ വന്നിരുന്ന ഷാമി പാപ്പ. മുട്ടും കാലും ഒക്കെ വേദന ഉണ്ട്. നമ്മുടെ കാലിന്റെ മുട്ടും കഴിച്ച് ഈ കാഫൊക്കെ ഈ കാലിന്റെ അടി വരുന്നിടത്ത് ഇതുവരെ എനിക്ക് വലിയ കുഴപ്പമില്ല കൈ. സഞ്ജിക്കും വലിയ കുഴപ്പമില്ല. അല്ല എനിക്ക് വേദന ഉണ്ട്, പക്ഷെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ നിൽക്കുകയാണ്. ഞാനും അങ്ങനെ തന്നെ. ഞാൻ എന്റെ അടുത്ത് പറഞ്ഞു എനിക്ക് കാല് കടഞ്ഞിട്ട് വയ്യ കഴിച്ച് എനിക്ക് ഇരിക്കാൻ തോന്നുന്നൊക്കെ എന്റെ അടുത്ത്. ഞാൻ ഒരു കാര്യം വേണ്ട, എനിക്ക് കാല് കടയുന്നുണ്ട്, ഇരിക്കാൻ തോന്നുന്നുണ്ട്, പക്ഷെ ഇവിടെ അത്ര ഇല്ല. ഇവിടെ ഇപ്പൊ ഇരുന്ന് ഒന്ന് എവിടെയെങ്കിലും ഒന്ന് പിടിച്ച് നിർത്തി കഴിഞ്ഞാൽ അപ്പൊ ഇരിക്കും. അതാണ് വേണ്ടത്. ഇത് എത്ര നേരം നിൽക്കുന്നില്ലെങ്കിൽ കാണണം. ഷാമി ചാരിക്കുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ടുള്ളൂ. ഞാൻ ഇതുവരെ എവിടെ ചാരിയിട്ടില്ല. ആരെയും പോയി ഇങ്ങനെ കൈ ഇട്ടിട്ടില്ല.
സമ്മതിച്ചില്ല. ഞങ്ങൾ രണ്ടുപേരും ചെയ്തിട്ടൊന്നുമില്ല. ഒരാൾ അവിടെ നേരത്തെ ചാരി നിക്കാൻ പോയി, ചെയറിന്റെ അവിടെ നിക്കാൻ പോയി. പക്ഷെ ഞാൻ നിന്നില്ല. ഞാനും അതേപോലെ തന്നെ ഇങ്ങനെ നിന്ന് അപ്പൊ തന്നെ ക്യാമറ എടുത്ത്. പിന്നെ അതേപോലെ തന്നെ അഞ്ചും. ഷാമി കഴിഞ്ഞോ? കിട്ടിയിരുന്നോ? എനിക്ക് വയ്യ. ഇരിക്കണം. വേണ്ട 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 വേണ്ട. ഞാൻ എക്സ്ട്രീം എത്തിയാലേ ഇരിക്കുള്ളൂ. ഇപ്പൊ ഇരിക്കില്ല ഗൈസ്. ഷാമി ഇപ്പൊ ക്വിറ്റ് ചെയ്യുന്നതാണ് ഗൈസ് തോന്നുന്നത്. നോക്കി ആ സ്റ്റെപ്പിന്റെ അടുത്ത് തന്നെ നിക്കാണ്. ഒരു താങ്ങ് വേണം. പക്ഷെ അതുപോലെ ഞാൻ കാർപ്പറ്റില് നിക്കാം. എനിക്ക് കാല് വേദനയായിട്ട് കാലിന്റെ അടിങ്ങി പൊള്ളുന്ന പോലെ തോന്നുന്നു. അപ്പൊ ഞാൻ കാർപ്പറ്റിൽ കുറച്ച് നമ്മളിപ്പോ ചാലഞ്ച് തുടങ്ങിയിട്ട് അപ്പൊ സമയം 6:10 ആയിട്ടുണ്ട്. അപ്പൊ 12, 1, 2, 3, 4, 5, 6, 7 മണിക്കൂറും 10 മിനിറ്റ് ഞാനിങ്ങനെ നിക്കണില്ലേ? എനിക്ക് വേദന ഉണ്ട്. പക്ഷെ എന്താ ഞാൻ എനിക്കിപ്പോ ഈ ഔട്ടാവുന്നു. എനിക്ക് അതിപ്പോ നിലത്തുള്ള സാധനല്ലേ, അതിലിപ്പോ കാർപ്പറ്റിൽ നിനക്കും കയറി നിൽക്കാം. അതൊക്കെ നമ്മള് അങ്ങനെ ഈ ഒരു മോഷൻ ഇല്ലേ, അവിടെ വേദനയാവുന്ന കാര്യമായിട്ട് ഇവിടെ ഇങ്ങനെ ഞരമ്പ് ഇങ്ങനെ വലിയ കുറെ നടന്നു കഴിഞ്ഞാലുള്ളത് അതേപോലെ തന്നെ ഉണ്ട്. ഇപ്പൊ നമുക്ക് കട്ടറുണ്ടെങ്കിൽ ചായ അല്ല എനിക്ക് വലിയ കുഴപ്പമില്ല. ഞാനൊരു വിധം പിന്നെ ഇവരൊക്കെ ഇങ്ങനെ ക്ഷീണിക്കുന്ന ഇവക്കത് ശീലാണ്. ഇവള് കൊറേ നേരം നിന്ന് വർക്ക് ചെയ്യും. അതാണ് ഇന്നലെ ഫുള്ള് ഇരുന്ന് കിടന്നു വന്നതാണോ? ആർക്കെങ്കിലും ജ്യൂസ് വേണോ? വാ ഇരുന്ന് ജ്യൂസ് കുടിക്കാം. പാപ്പര് അങ്ങനെ ചെയ്യാൻ പാടില്ല. ആർക്കേ വേണം ഇവിടെ വന്നിരുന്നോ? അതേമാതിരി ജ്യൂസൊക്കെ ഇങ്ങനെ ഒഴിച്ച് ജ്യൂസ് ഒഴിക്കാനൊന്നും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. എന്തൊരു സമാധാനം. എല്ലാരും മോളോട്ട് പോയി. എനിക്ക് സ്റ്റെപ്പ് കയറാൻ വയ്യ. ടൈറ്റ് ആവുന്നു. ഈ ജിമ്മിലൊക്കെ ബെഡൊക്കെ കാണുമ്പോ കൊതിയാവും. എന്ത് നല്ല നീറ്റായിട്ടോ വിരിച്ചിട്ടുണ്ട്. വിരിച്ചിട്ട് പോലുണ്ട്. എനിക്ക് ശരിക്കും എന്താ പറയുക, ഈ ജിമ്മില് വർക്കൗട്ട് ലെഗ് ഡേ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ. പുറത്ത് ഭയങ്കര ചൂടാണ് ഗൈസ്. അതിനോണ്ട് പിന്നെ എല്ലാം മഴക്കാറും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് AC-ന്റെ ഉള്ളിലേക്ക് വന്നതാണ് കേട്ടോ. എന്ത് കുടിച്ചിട്ടാ തോന്നുന്നത്? എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ കുറച്ചു നേരം കൂടി എന്തായാലും ഞാൻ നിർത്തും. പക്ഷെ എവിടെയും മര്യാദക്ക് നിന്ന് വർത്താനം പറയാനൊക്കെ ധൈര്യമില്ല. എനിക്ക് പറ്റണില്ലേ. ബാത്റൂം പോയില്ലല്ലോ ഇതുവരാരും. അത് ശരിക്കും അത്രയും കഷ്ടപ്പെട്ട് പിടിച്ചു നിക്കാട്ടോ, അല്ലാതെ പോവാനില്ല. കാലിന്റെ അടി ഇങ്ങനെ പൊള്ളുന്ന പോലെ ഉണ്ട്. എനിക്ക് ഇവിടെ ഈ 2 ഭാഗത്തും കടഞ്ഞു മുറിയുന്നുണ്ട്. ഇല്ല എനിക്ക് കാലവേദന കിട്ടിയില്ല. നിങ്ങൾക്കൊന്നും കിട്ടിയണ്ട. നിങ്ങൾ ഏകദേശം എത്ര മണിക്കൂർ നിൽക്കും? ഞാൻ പറയാൻ പറ്റില്ല. ഞാൻ ചിലപ്പോ ഒരു 5-6 മണിക്കൂർ ഒറ്റയടിക്ക് നിന്നു. ഞാനും 5-6 മണിക്കൂർ നിൽക്കും. നമുക്ക് ചായ കുടിക്കാട്ടോ, എന്നാലെങ്കിൽ കുറച്ച് എനർജി വരും നോക്കാം. ഞാൻ വിചാരിക്കരുത്. എനിക്ക് കാലുവേദന ആയിട്ടാണ് ഗൈസ്. എനിക്ക് പറ്റണില്ല സത്യം. നല്ല കാലിന്റെ അടി എനിക്ക് വേദന ആയിട്ട് വയ്യ. പിന്നെ കാഫ് തൈസൊക്കെ എനിക്ക് നല്ല വേദന. നമ്മൾ ജിമ്മിനൊക്കെ പോയിട്ട് ലെഗിന് നമ്മൾ വർക്കൗട്ട് ചെയ്യില്ലേ, അതേ ഒരു ഫീൽ എനിക്ക്. കാലുവേദന ആയിട്ട് വയ്യ. ഇരിക്കട്ടെ. വെറുതെ നേരെ കളിക്കാൻ പറഞ്ഞിട്ട് 7-8 മണിക്കൂർ പിടിച്ചു നിന്നില്ലേ?
10,000 കിട്ടൂല. ഇരിക്കുന്ന അഞ്ചി കാല് വേദനയില്ലേ? കാല് നല്ല വേദന ഉണ്ട്. ബാത്റൂമിലൊന്നും പോണ്ടേ? പോണം. പക്ഷെ ഞാൻ പറയട്ടെ, എനിക്ക് കാലുവേദന ഉണ്ട്. പക്ഷെ എനിക്ക് പിന്നെയും കുറച്ചുകൂടെ ബുദ്ധിമുട്ട് ബാത്റൂമിലൊക്കെ ഒന്ന് പോണം. അതാണ് എന്റെ മെയിൻ പ്രശ്നം. ഇനി ശ്രീയും അഞ്ചും തമ്മിലുള്ള ടൈറ്റ് കോമ്പറ്റീഷൻ ആണ്. ഷാന് പോയതോട് കൂടി എന്റെ കോൺഫിഡൻസ് ലെവൽ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. കാര്യം ഇവിടെ ഇത്തിരി കൂടെ നിൽക്കും എന്നുള്ളത് എനിക്കറിയാം. ഞാൻ ഓളൊരു ധൈര്യത്തിലായിരുന്നു, ഇത്തിരി കുറച്ച് കോൺഫിഡൻസ് കൂടി. ഞാൻ തോറ്റുമ്മ. ഷാമി തോറ്റിരുന്നു. തോറ്റ് നിങ്ങളാ വേദന കേക്കി ജാലത്തില് ഞാൻ തോറ്റുമ്മ. 10,000 രൂപ പോയി. അടുക്കളയിലൊരു മൂലയിലിരുന്ന് മോങ്ങിക്കൊണ്ടിരിക്കുക. ഞാൻ തോറ്റു എനിക്ക് ചായ വേണ്ടേ? ചായ വേണം. പക്ഷെ 10,000 രൂപ പോലെ ഒക്കെ പോയി. 10,000 രൂപ എത്ര ചായ വാങ്ങി കുടിക്കാൻ ഷാമേ? ഈ ചായ കുടിക്കാൻ വേണ്ടി എന്തിനാ തോറ്റത്? പക്ഷെ എനിക്ക് വേദനായിട്ട് എനിക്ക് അത്രയും പറ്റാത്തോണ്ടാ ഞാൻ ഇരുന്നത്. ഇനി ഞാനും ഒരൊറ്റ ഞാനും ചാൻസ്. ഞങ്ങൾ നമ്മൾ രണ്ടുപേരും തമ്മിൽ ഒരൊറ്റ ചാൻസ് താ. ഒരു ചാൻസ് ഒറ്റ ചാൻസ് ഇടാ. ഇരുന്നോണ്ടാ പറയാം. ആരെങ്കിലും എഴുതി പറയും. ഇതിന് വേണമെങ്കിൽ ഞാൻ 2 മണിക്കൂർ എക്സ്ട്രാ നിക്കാം. ഇനി ഒരു ചാൻസ് ഇല്ല ഈ ഓട്ടെ. 2 മിനിറ്റ് നിന്ന് ഞാൻ 2 മണിക്കൂർ വരെക്കാളും എക്സ്ട്രാ നിക്കാം. പറ്റില്ലല്ലേ? കൈ തോറ്റത് ആഘോഷിക്കുകയാണ്. എന്നാലും ഞാൻ ഇരിക്കുന്ന കാണുമ്പോ നിങ്ങൾക്ക് കൊതിയാവൂലേ? ഇത്ര മണിക്കൂറിന് ശരിക്കും എന്തൊരു സുഖമുണ്ടെന്ന് അറിയോ? കാലൊക്കെ ഇങ്ങനെ സ്ട്രെച്ച് ആയിട്ട്. ഞാൻ ഈ ചായ കുടിക്കട്ടെ സമാധാനത്തോടു കൂടി. മടക്കണ്ടേ? സംഭവം ഞാൻ ക്വിറ്റ് ചെയ്തെന്നുള്ള ശരിയാണ്. എനിക്ക് അത്രയും പറ്റാത്തോണ്ടാണ് ഞാൻ ക്വിറ്റ് ചെയ്തത്. ഇത്രയും മണിക്കൂർ ഞാൻ നിന്നിട്ട് ക്വിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ എനിക്ക് അത്രയും പറ്റാത്തോണ്ടാണ്. പക്ഷെ എനിക്കിപ്പോ ഇരിക്കാലോ. നമ്മള് കാണണം. കടക്കണം. ഞാൻ മോള് വിളിച്ചു വെച്ച ബെഡിലൊന്ന് കിടക്കണം. ഇപ്പോഴും അത്രയും നേരം നിന്നതിന്റെ കാല് കടച്ചിൽ നല്ലോണം ഉണ്ട്. ഇവരെ കാലൊന്നും എനിക്ക് തോന്നില്ല കുറച്ചും കൂടെ കഴിഞ്ഞ് ഞാൻ എടുക്കണം. അത്ര വേദന. ഇന്ന് ഫുള്ള് നിന്നിട്ട് നാളെ 11 മണി കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കാം. 10,000 രൂപ കിട്ടിയതിന് ശേഷം റെസ്റ്റ് എടുത്താൽ കുഴപ്പമില്ല. ഞാനില്ല, എനിക്ക് എന്തായാലും നാളെ 11 മണി വരെ എനിക്ക് ചിന്തിക്കാനേ എനിക്ക് പെട്ടെന്ന് പൈസ വേണ്ട. അതാണ് അതുകൊണ്ടാണ് ഞാൻ പിന്നെ നിൽക്കുന്നത്. അത്ര പെട്ടെന്ന് പൈസ വാങ്ങണ്ട. അഞ്ചുണ്ടാക്ക ഞാനുണ്ട്. ഇവിടെ ഇരുന്നോ? എന്റെ മോളെ ഈ ഇന്നതോ ഇതിന്റെ ബാക്കി ഇനി ഒരാളോട് ക്വിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാലഞ്ച് ഇവിടെ അവസാനിക്കുന്നതായിരിക്കും. ആർക്കാണ് 10,000? സമയം ഇപ്പൊ 7:30 കഴിഞ്ഞ് കഴിച്ച് 8.5 മണിക്കൂറായി ചാലഞ്ച് തുടങ്ങിയിട്ട്. 8.5 മണിക്കൂറാണ് ഒറ്റ നിപ്പ് നടക്കുന്നില്ലേ? അല്ലേ സത്യം പറഞ്ഞ ഒരു ബാലൻസ് കിട്ടില്ല. ഇങ്ങനെ നിന്നിട്ട് എവിടെയെങ്കിലൊക്കെ ഇരുന്ന് കുറച്ച് വർത്താനം പറഞ്ഞു എവിടെയെങ്കിലൊക്കെ ഇരുന്ന് പറഞ്ഞു ഞാൻ പോവാ. ഞാൻ അവിടെ നിൽക്കില്ല. അവിടെ നിന്നാലൊക്കെ കണ്ട ഗതികളുള്ളത് ഞാൻ പോവാ. ഞാൻ ഇരിക്കൂല. നമുക്കൊരു ടാസ്ക് കൊടുത്താലോ ഇവർക്ക്? കൊടുക്കാം. എന്താ കൊടുക്ക? 100 മീറ്റർ ഒരു 2 മിനിറ്റിനുള്ളിൽ. ഓക്കെ, ടാസ്ക് കൊടുക്കാം. 2 മിനിറ്റ് ഒറ്റ കാലിൽ നിൽക്കണം. ഒറ്റക്കാലിന്റെ 2 കാലം ഇത് എക്സ്ട്രീം ആണോ ചാലഞ്ച്? ഞാൻ തരാന്ന് വിചാരിച്ച അപ്പോഴേക്കും അവിടെ ക്വിറ്റ് ചെയ്തില്ലേ? 2 1 go 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 25 26 28 103 120. ഒറ്റക്കാല് മാത്രല്ല വേല മടക്കി വെച്ച കാലം. ഈ ടാസ്കോട് കൂടി രണ്ടാളും നല്ല ടയേർഡ് ആയിട്ടുണ്ടാവും. അതിനാണ് ഈ ടാസ്ക് കൊടുത്തത്. ഇനി ആര് അടുത്തത് ക്വിറ്റ് ചെയ്ത് നോക്കാം. അത്ര ആത്മാർത്ഥതയും കാണിച്ചേ വേണ്ടേ. സമയം 8:15 ചാലഞ്ച് തുടങ്ങിയിട്ട്
9 മണിക്കൂറും 15 മിനിറ്റുമായി. ഇത്രയും സമയമായിട്ട് ഇവർ രണ്ടാളും ഇരുന്നിട്ടില്ല, ചാരി നിന്നിട്ടില്ല, കിടന്നിട്ടില്ല, ബാത്റൂം പോയിട്ടില്ല, ഒന്നുമില്ല. രണ്ടുപേരും നല്ല ടയേർഡാണ്, കാല് നല്ല വേദനയ്ക്കുണ്ട്. എന്നിട്ട് ഇവർ ക്വിറ്റ് ചെയ്യുന്നില്ല. കുറച്ചും കൂടെ നേരം നിൽക്കും ഞാൻ, കിട്ടിയില്ല. 5 അങ്ങനെ ഉലാത്തിക്കൊണ്ടിരിക്കുക. എനിക്ക് സത്യം പറയാൻ എനിക്ക് മതിയായിട്ടുണ്ട്. എനിക്ക് എന്താ പറയാ, കാലുവേദനയെക്കാട്ട് എനിക്ക് ബാത്റൂം പോകണം. ബാത്റൂം പോകാണ്ട് എത്ര നേരം വെച്ചിട്ട് ബാത്റൂം പോകാൻ? 9 മണിക്കൂറും 15 മിനിറ്റുമായി. കാലിന്റെ വേദന മാറ്റാൻ ഓരോരോ പരീക്ഷണത്തിലാണ് രണ്ടാളും. അല്ല, കാലിങ്ങനെ ആക്കുമ്പല്ലേ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പൊട്ടുന്നുണ്ട്. കൊറേ നേരം നമ്മള് നിന്നിട്ട് കാലിങ്ങനെ സ്ട്രെച്ച് ചെയ്യുമ്പോ അഞ്ചി ആ വഴി പോവോ? ആ വഴി പോവോ? അഞ്ചിപ്പോ നടക്കാൻ ഞൊണ്ടി ഞൊണ്ടി നടക്കുന്നുണ്ട്. എനിക്ക് പറ്റുന്നില്ല, എനിക്ക് കാല് വേദനയാണ്. എനിക്ക് ബാത്റൂമിൽ അവിടെ ഇരുന്നോ? രണ്ടാളും കാലിലെ വേദന മാറ്റാൻ ഏതൊക്കെയോ സ്ട്രെച്ച് ഒക്കെ ചെയ്യുന്നുണ്ട്. ശരിക്കൊന്നുമല്ല, പക്ഷെ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും പ്രഷർ ചെയ്യുന്ന സമയത്ത് കാലിന് നല്ല ആ ഒരു സ്ട്രെച്ച് കിട്ടുന്നുണ്ട്. എനിക്ക് തീരെ നടക്കാൻ പറ്റുന്നില്ല, എനിക്ക് കാല് നല്ല വേദനയാവുന്നുണ്ട്. ഷാമി ഏകദേശം 7.5 മണിക്കൂർ എങ്ങാനും നിന്നിട്ടുണ്ട്. ഞങ്ങളിപ്പോ 9 മണിക്കൂറും 45 മിനിറ്റുമായി ഞങ്ങൾ നിൽക്കാൻ. 10 മണിക്കൂർ 15 മിനിറ്റ് കഴിഞ്ഞ 10 മണിക്കൂർ. അഞ്ച് കിറ്റ് ചെയ്യാൻ പോവാ. എനിക്ക് പറ്റില്ല, മറ്റേ വേറെ ചാർജ് പോലെയല്ല, എനിക്ക് കഴിയുന്നില്ല. കാല് നല്ല വേദന ഉണ്ട്. ഞാൻ പിന്നെ അഞ്ച് എങ്ങനെ നിൽക്കുന്നോണ്ട് നിന്ന് ധൈര്യം സംഭരിച്ച് നിൽക്കുന്നതേ ഉള്ളൂ. പക്ഷെ കാല് നല്ല വേദന ഉണ്ട് ശരിക്കും. വിട്ടില്ല, ഞാനും വിട്ടില്ല. വിചാരിച്ചിട്ട് ഈ അങ്ങനെ നിക്കണ്ട, ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ ഞാൻ സമ്മതിക്കില്ല. ഇപ്പൊ കാലിന്റെ അടിയൊക്കെ ശരിക്കും ഭയങ്കര കട്ടിയായ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. കുറേ നേരം ഇങ്ങനെ നിന്നിട്ട് എന്താ ആ പെയിനും എല്ലാം കൂടെ ഭയങ്കര കട്ടിയായ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. സമയം ഇപ്പൊ 9:15 ഇത് കാലൊക്കെ മുറിഞ്ഞു വീഴുന്ന വേദന. ഇപ്പൊ ശരിക്കും നല്ലോണം വേദന വന്നു തുടങ്ങുന്നുണ്ട്. 7.5 മണിക്കൂർ നിന്നിട്ട് ഇരുന്നിട്ട് തന്നെ എന്റെ കാലുകളച്ചിൽ ഇപ്പോഴും മാറിയിട്ടില്ലേ? ഇവരെങ്ങനെയാ നിൽക്കണ എനിക്ക് മനസ്സിലായി. അല്ല, ഇനിയിപ്പൊ ഫുഡ് നമ്മൾ ഇപ്പൊ രാത്രിത്തെ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് ചപ്പാത്തിയും ഉണ്ട്, പിന്നെ ഉച്ചത്തെ സാമ്പാറും ഉണ്ട്. പക്ഷെ ഇതും പറഞ്ഞ പോലെ നമ്മൾ നിന്നിട്ട് തന്നെ കഴിക്കണം. ഉറങ്ങാൻ പറ്റൂല, അപ്പൊ നമ്മള് ക്ഷീണം കൂടും. എനിക്ക് തോന്നി ഇവരിൽ ആരെങ്കിലും ഒരാൾ ക്വിറ്റ് ചെയ്യുന്നതാണ്. നേരത്തെ ഭയങ്കര എനർജി ആയിട്ടുള്ള സ്ത്രീയൊക്കെ കാല് വയ്യെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. അത് ഇത്ര എന്ന് ആലോചിച്ച് നോക്കിയാൽ 10-11 മണിക്കൂർ നമ്മൾ കണ്ടിന്യൂസ് നിൽക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാല് നമുക്ക് ഇവിടെ ചാരി നിൽക്കാൻ പറ്റൂല, വാഷ്റൂം യൂസ് ചെയ്യാൻ പറ്റൂല. അതാണ് മെയിൻ ആയിട്ട് നിൽക്കുന്നത്. നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്, പക്ഷെ നമുക്കത് വാഷ്റൂം പോലെ അതിനുള്ള ഒരു ഇത് കൂടി ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര. അഥവാ വാഷ്റൂം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മള് എന്താണ് ക്വിറ്റ് ചെയ്യുന്നതായിരിക്കും. ആ രീതിയിലാണ് നമ്മള് ചലഞ്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗൈസ്, കാലിന്റെ അടി ഭയങ്കര കട്ടിയായപ്പോ അതേ സോക്സ് എടുത്ത് വന്നതാണ്. കുറച്ചു നേരം കൂടി ഇതിട്ടാല് നമുക്ക് ആ വേദന ഇങ്ങോട്ട് മാറി കിട്ടും. നല്ല സമാധാനം. അയ്യോ, എന്തോ ഒരു സുഖം. ഇത്രയും നേരം ടൈലിൽ ഇങ്ങനെ നടക്കുന്ന സമയത്ത് തണുപ്പും അടിക്കും, പിന്നെ കാലൊരു കടച്ചിട്ട്. ഇതിപ്പോ കുറവുണ്ട്. എനിക്ക് ഗൈസ്, ഇപ്പൊ സമയം 9:45. നമ്മളിത് ഡിന്നർ കഴിക്കാൻ പോവാണ് കേട്ടോ. ഒരു തരിയും പറ്റുന്നില്ല, കാലിവിടുന്ന് കഷ്ണം മുറിഞ്ഞ് വീഴോന്ന പോലെയുള്ളത്. എനിക്ക് അറിയില്ല ഗൈസ് എങ്ങനെ സർവൈവ് ചെയ്യാൻ. എനിക്ക് ഭക്ഷണം നല്ല പേരുണ്ട്. പറ്റുന്നില്ല ഗൈസ്, എനിക്ക് ഒരു തരിയും പറ്റുന്നില്ല. ഇപ്പൊ 10 മണിക്കൂർ 45 മിനിറ്റുമായി ഇവര് നിൽക്കുന്നത്. ഇത്രയും മണിക്കൂർ നിങ്ങൾ നിൽക്കുന്ന ഞാൻ പ്രതീക്ഷിച്ചതേ അല്ല. പറ്റില്ല. ഞാൻ വിചാരിച്ചില്ല ഇവിടെ ഇപ്പൊ തന്നെ ഇരിക്കും. പിന്നെ ശ്രീയാണ് ആര് ജയിച്ചാലും വേണ്ടില്ല, ഒന്നും വേണ്ടില്ല, ഒന്നിരുന്നാ മതി. ഇരുന്നാ മതി, എനിക്കൊന്ന് കാല് നീട്ടിരുന്നാ മതി. ചാരി ഇരുന്നപ്പോ തന്നെ എന്തൊരു സുഖം ഉണ്ടെന്ന് പറയാം. അത് ഇവിടെ നേരത്തെ എന്റെ അടുത്ത് പറഞ്ഞു ഇത്ര പെട്ടെന്ന് ഇവിടെ ഇരിക്കുന്നുള്ള ഞാനും പ്രതീക്ഷിച്ചില്ല. ഇനിയും 5 നീണ്ടു പോയിട്ടുണ്ട് എന്നിടയിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ 2-3 മണിക്കൂർ എന്തായാലും ഞാനും പിടിച്ചു.
10 മണിക്കൂർ 45 മിനിറ്റിന് ശേഷം ശ്രീ ഇരിക്കാൻ പോവാണ്. എങ്ങനെയുണ്ട്? ഇത് ഭയങ്കര ഞാൻ തോറ്റതുകൊണ്ട് ഈ പഴങ്ങിൽ ഇരുന്ന് അല്ലെങ്കിൽ ഇനി ഇരിക്കും. 2-3 മണിക്കൂർ കൂടെ വേണമെന്നുണ്ടെങ്കിൽ പിടിച്ചു നിൽക്കായിരുന്നു. ഇത് ശരിക്കും ഹെക്ടിക് ചാലഞ്ച് ആയിരുന്നു ഗൈസ്. എന്ന് വെച്ചാൽ എല്ലാ ഡിഫിക്കൽട്ടീസും കൂടെ ഒരുമിച്ച് വന്നൊരു ചാലഞ്ച് ആയിരുന്നു. എനിക്ക് ഇപ്പോഴും കാലം കട്ടയുന്നുണ്ട് ശരിക്കും. അതുകൊണ്ടാണ് ഗൈസ് ഞാൻ ഈ 7.5 മണിക്കൂർ തന്നെ ഈ ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ ഗൈസ് 10 മണിക്കൂർ 45 മിനിറ്റ് ഒന്ന് ഇരിക്കാതെ ഒന്ന് ചാരി നിൽക്കാതെ പോലും ശ്രീ ഈ ചാലഞ്ചിലെ വിന്നർ ആയിരിക്കുകയാണ്. അഞ്ചും അതേപോലെ തന്നെ 10 മണിക്കൂർ 45 മിനിറ്റ് നിന്നിട്ടുണ്ട്. പക്ഷെ ചെയ്തതുകൊണ്ടാണ് ശ്രീ ഫസ്റ്റ് ആയത്. പക്ഷേ അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഞാൻ കിട്ടിയപ്പോ ഫസ്റ്റ് ആയില്ല. ഈ ചാലഞ്ച് ഒരു 12-13 ചിലപ്പോ 24 മണിക്കൂറൊക്കെ പോയിരുന്നു. ചിലപ്പോ 24 മണിക്കൂറൊക്കെ നീണ്ടു പോയാൽ പക്ഷെ നമുക്ക് കണ്ടിന്യൂസ് ശരിക്കും ഇവിടെ ചാരാതെ ഇതാക്കാതെ നമുക്ക് നിൽക്കാൻ ശരിക്കും പറ്റൂല. എനിക്ക് പറ്റില്ല കേട്ടോ. ഞാൻ 7.5 മണിക്കൂർ എങ്ങനാ പിടിച്ചു നിന്ന് ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞപ്പോ തന്നെ എന്റെ ഏകദേശം ഈ 10 മണിക്കൂർ 3/4 മിനിറ്റ് എന്ന് പറയുന്നത് എന്റെ മാക്സിമം ആണ് ഗൈസ്. അത്രയും ഞാൻ എന്റെ മാക്സിമം ട്രൈ ചെയ്തിട്ടാണ് അത്ര വന്നത്. അപ്പൊ നമുക്ക് ശ്രീക്കുള്ള ക്യാഷ് പ്രൈസ് കൊടുക്കാം. അപ്പൊ മറ്റൊരു അടിപൊളി വീഡിയോ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരും. അതുവരെ ശ്രീലക്ഷ്മി, സഞ്ജിത.